നമസ്കാരം. മിഡി സ്റ്റാർ തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. എണ്ണ വിലയിടിവ് മൂലമുള്ള വരുമാനക്കുറവ് പരിഹരിക്കുന്നതിന് ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടുതൽ നികുതികൾ ഏർപ്പെടുത്തണമെന്ന് IMF. സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണവും നടപ്പാക്കണം. സാമ്പത്തിക വളർച്ച കൂട്ടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പോംവഴി നികുതി കൂട്ടൽ മാത്രമെന്നും IMF. ഭീകരതയ്ക്കെതിരെ ആഗോള പദ്ധതിക്ക് രൂപം നൽകണമെന്ന് കുവൈത്ത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും കൈകോർക്കണം. ISന്റെ വളർച്ച സിറിയയിലും ഇറാഖിലും ഒതുങ്ങുന്നതല്ലെന്നും കുവൈത്ത്. വിദേശത്തു നിന്ന് ഹജ്ജിനെത്തുന്നവർ തീർത്ഥാടന കർമ്മങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സൗദി ഹജ്ജ് മന്ത്രി. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായുള്ള സംഘം ചേരലും പ്രകടനമോ നടത്തലും ഒഴിവാക്കണമെന്നും ഡോക്ടർ ബന്ദർ ഹിജാർ. ഇന്ത്യൻ ഹാജിമാരുടെ താമസത്തിനായി മക്കയിൽ സ്ഥിരം കെട്ടിടം കണ്ടെത്തുന്നതിനായുള്ള കമ്മിറ്റി പരിശോധന പൂർത്തിയാക്കി. ദേശീയ വിമോചന ദിനാഘോഷങ്ങൾക്കൊരുങ്ങി കുവൈത്ത്. മൂല്യങ്ങൾക്ക് നിരക്കാത്ത ആഘോഷ പരിപാടികൾ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. വിശദമായ വാർത്തകളിലേക്ക്. 1.5 വർഷത്തോളമായി തുടരുന്ന എണ്ണ വില ഇടിവ് മൂലമുള്ള വരുമാനക്കുറവ് പരിഹരിക്കുന്നതിന് ഗൾഫ് രാഷ്ട്രങ്ങൾ വിവിധ നികുതികൾ ഏർപ്പെടുത്തണമെന്ന് അന്താരാഷ്ട്ര നാണയനിധി ആവശ്യപ്പെട്ടു. നികുതികൾ ഏർപ്പെടുത്തുന്നതിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കാനും UAE അടക്കമുള്ള GCC രാഷ്ട്രങ്ങൾക്ക് സാധിക്കും. സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണവും നടപ്പാക്കണം. ഇതുവഴി സാമ്പത്തിക വളർച്ച കുറയാതെ നോക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്നും IMF ഡയറക്ടർ ജനറൽ ക്രിസ്റ്റീൻ ലഗാർഡെ വ്യക്തമാക്കി. മൂല്യവർദ്ധിത നികുതി, കോർപ്പറേറ്റ് ആദായ നികുതി, എക്സൈസ് നികുതി, പ്രോപ്പർട്ടി നികുതി എന്നിവ ഏർപ്പെടുത്തണം. ഇതോടൊപ്പം വ്യക്തിഗത വരുമാന നികുതി നടപ്പാക്കുന്നത് ആരംഭിക്കുകയും വേണം. ഇത്തരം നികുതികളിലൂടെ GCC രാജ്യങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും ക്രിസ്റ്റീൻ ലഗാർഡെ പറഞ്ഞു. എണ്ണ ഉൽപ്പാദക കയറ്റുമതി രാജ്യങ്ങൾ ചെലവ് ചുരുക്കുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓരോ രാജ്യങ്ങൾക്കുമനുസരിച്ച് സാമ്പത്തിക ക്രമീകരണം നടത്തേണ്ടതുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങൾ നേരത്തെ സാമ്പത്തിക ക്രമീകരണം നടത്തി അനുഭവ പരിചയമുള്ളവരാണെന്നും വീണ്ടും ഇത് സാധിക്കുമെന്ന കാര്യത്തിൽ ശുഭപ്രതീക്ഷയാണുള്ളതെന്നും ക്രിസ്റ്റീൻ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ മൂല്യവർദ്ധിത നികുതിയിൽ ഊന്നൽ നൽകാൻ GCC രാഷ്ട്രങ്ങൾക്ക് സാധിക്കും. ഇതിലൂടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 2% നികുതിയിൽ നിന്ന് ലഭ്യമാകും. തുടർന്ന് കോർപ്പറേറ്റ് വരുമാന നികുതി, എക്സൈസ് നികുതി തുടങ്ങിയവ ഏർപ്പെടുത്തണം. ചില രാഷ്ട്രങ്ങളിൽ നികുതി ഘടന ഏർപ്പെടുത്തുന്നതിൽ പുരോഗതിയുണ്ടെന്നും അവർ പറഞ്ഞു. കുവൈത്തിൽ വിപുലമായ രീതിയിൽ നികുതി ഏർപ്പെടുത്തുന്നതിന് IMFന്റെ സഹായത്തോടെ പഠനം നടന്നിട്ടുണ്ട്. മൂല്യവർദ്ധിത നികുതിയും വ്യാപാര ലാഭത്തിൽ നിന്നുള്ള നികുതിയും ഏർപ്പെടുത്തുന്നത് അടക്കമാണ് പഠനം നടന്നത്. ഈ പഠനത്തിലൂടെ കുവൈത്തിന്റെ വരുമാന സ്രോതസ്സുകൾ എന്തിനു വൈവിധ്യവൽക്കരിക്കണമെന്നും എപ്രകാരം നടപ്പാക്കണമെന്നും ദേശീയ ചർച്ച നടക്കാൻ കാരണമായതായും അവർ പറഞ്ഞു. MC നാസർ, മീഡിയ 1, ദുബായ്. വിഷയത്തിൽ പ്രതികരിക്കാനായി സാമ്പത്തികകാര്യ വിദഗ്ധനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ഭാസ്കർ രാജ് ഉണ്ട്. ശ്രീ ഭാസ്കർ രാജ്, ഇപ്പോൾ വിവിധ നികുതികൾ ഏർപ്പെടുത്തണമെന്നാണ് അന്താരാഷ്ട്ര നാണയനിധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ നിലപാട് അല്ലെങ്കിൽ ഈ നീക്കം ഗൾഫ് മേഖലയിലെ സമ്പത്ത് അല്ലെങ്കിൽ നിക്ഷേപകരെ എത്തരത്തിലായിരിക്കും ബാധിക്കുക? അവർ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ഈ നീക്കത്തിലൂടെ മടിക്കുമോ? അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒന്ന് തന്നെ ഇവിടുത്തെ, അതായത് ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ആകർഷകത്വമായിട്ട് കണ്ടിരുന്നതെന്ന് പറയുന്നത് ടാക്സ് ഫ്രീ റെജീം ആയിരുന്നു. ഇവിടെ നികുതി, അതായത് വ്യക്തിഗത നികുതി ഇല്ലായിരുന്നു, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് ഇല്ലായിരുന്നു, സെയിൽസ് ടാക്സ് ഇല്ലായിരുന്നു, അങ്ങനെയുള്ളതായ ടാക്സ് ഇല്ലായ്മ, അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടിയും വളരെ കുറവായിരുന്നു. ഇത് നടപ്പാക്കുക എന്നുള്ളത് ഇതിനെപ്പറ്റി നേരത്തെ തന്നെ ഒരു സമവായം ഉണ്ടായിട്ടുണ്ട്. വാറ്റ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി, അതായത് വാല്യൂ ടാക്സ് അല്ലെന്നുണ്ടെങ്കിൽ മൂല്യവർദ്ധിത നികുതി നടപ്പാക്കുന്നതിന് വേണ്ടി ഗൾഫ് രാജ്യങ്ങൾ നേരത്തെ തന്നെ സമവായത്തിൽ ഒപ്പിടുകയും അതായത് പ്രാബല്യത്തിൽ വരുന്നതിന്റെ മാത്രം തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ, വരേണ്ടിയിരുന്നത്. IMFന്റെ കാര്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ ഈ പുതിയ പ്രസ്താവന എന്ന് പറയുന്നത് അത് പുതിയതൊന്നുമല്ല, നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. IMF ആണ് സജസ്റ്റ് ചെയ്തിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിഗത നികുതി ഏർപ്പെടുത്തണമെന്നും പുതിയ നികുതികൾ ഏർപ്പെടുത്തുന്നതോടുകൂടി മാത്രമേ ബജറ്റ് ബാലൻസിങ് പറ്റുള്ളൂ. അതായത് എണ്ണയിലുള്ളതായ വിലക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ മാർഗങ്ങൾ, പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോർപ്പറേറ്റ് ടാക്സ് ഏർപ്പെടുത്തുന്നതോടുകൂടി ഈ ആകർഷകത്വം ഇല്ലാതാകും ഗൾഫ് രാജ്യങ്ങളിലെ ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. കാര്യം അവര് വളരെയധികം അതായത് FDI നേരിട്ടുള്ളതായ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഈ കോർപ്പറേറ്റ് ടാക്സ് ഏർപ്പെടുത്തുന്നത് അതിന് വിഘാതമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അത് ഉപകരിക്കും എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ, അതായത് കാരണം അവര് കോർപ്പറേറ്റ് ടാക്സോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സും മറ്റും ഏർപ്പെടുത്തുന്നതോടുകൂടി പുതിയ പ്രോജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കുള്ള വരുമാനം കണ്ടെത്തുവാനായിട്ട് അത് കഴിയുന്നത് കൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് സാധ്യതയുണ്ട് നമ്മുടെ. ശ്രീ ഭാസ്കർ രാജ്, സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം നടപ്പാക്കാനും അന്താരാഷ്ട്ര നാണയനിധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തലുണ്ടായിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേരാണ് ഗൾഫ് മേഖലയിൽ ജോലി തേടിയും ജോലിക്കായും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള ഈ നീക്കം, അതായത് വിവിധ നികുതികൾ, കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ് അടക്കമുള്ള നികുതികൾ ഏർപ്പെടുത്താനുള്ള ഈ നീക്കം എത്തരത്തിലായിരിക്കും പ്രവാസി ജീവിതം ബാധിക്കുക? പ്രവാസികളെ അത് പ്രതികൂലമായി ബാധിക്കേണ്ട സാധ്യതയില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഉള്ള പ്രവാസികളെ അത് ബാധിച്ചിട്ടുള്ളത് രണ്ട് വിധത്തിലാണ്. ഈ ബജറ്റ് ബാലൻസിങ്ങിന്റെ ഭാഗമായിട്ട് പുതിയ നികുതികൾ ഏർപ്പെടുത്തുന്നതോടുകൂടി അവർ ചെയ്തിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിനും വൈദ്യുതിക്കും നിരക്കുകൾ വർദ്ധിച്ചു. അതുപോലെ തന്നെ ഇന്ധനവില കൂട്ടി, പെട്രോളിനും ഡീസലിനും വില കൂടിയിരുന്നു. അതുപോലെ തന്നെ മറ്റു ചില സർവീസുകളുടെയും ടാക്സുകൾ വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പൊ അത് യഥാർത്ഥത്തിൽ ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പുതിയ തൊഴിലവസരങ്ങൾ, അതായത് മറ്റു മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ, പുതിയ പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് മാർഗം കണ്ടെത്തുന്നത് കൊണ്ട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ പ്രവാസികൾക്ക് അത് പ്രയോജനപ്രദമാകും നമുക്ക് പറയാം, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതികളിൽ നിക്ഷേപിക്കേണ്ടത് ഗവൺമെന്റിന്റെ ആവശ്യമാണ്, ബജറ്റ് ബാലൻസിങ്ങിന്റെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താനായിട്ടും ഇപ്പോൾ തന്നെ എണ്ണവില ക്രമാധികം താഴ്ന്നപ്പോൾ 2-3 മേഖലകളിൽ, പ്രത്യേകിച്ച് പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിലും മറ്റ് ഇൻഡസ്ട്രികളിലും തൊഴിൽ വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കുറെയൊക്കെ പരിഹരിക്കുവാനായിട്ട് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതോടുകൂടി സാധിക്കുമെന്ന് നമുക്ക് കണക്കാക്കാം. നന്ദി ശ്രീ ഭാസ്കർ രാജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇന്ത്യൻ ഹാജിമാരുടെ താമസത്തിനായി മക്കയിൽ സ്ഥിരം കെട്ടിടം കണ്ടെത്തുന്നതിനായുള്ള കമ്മിറ്റി പരിശോധന പൂർത്തിയാക്കി. 1 ലക്ഷത്തോളം ഹാജിമാർക്ക് താമസ സൗകര്യം വാഗ്ദാനം ചെയ്ത കെട്ടിട ഉടമകളുമായുള്ള കരാർ നടപടികൾ പഠിക്കുന്നതിന് കൺസൾട്ടന്റ് സ്ഥാപനത്തെ നിശ്ചയിക്കാൻ സമിതി തീരുമാനിച്ചു. കൂടുതൽ വിവരങ്ങളുമായി റിയാദിൽ നിന്നും റബീഹ് മുഹമ്മദ് ഉണ്ട്. റബീഹ്, ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കന്നി, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ലോങ് ടേം അക്കോമഡേഷൻ കമ്മിറ്റി രൂപീകൃതമായത്. കേന്ദ്രമന്ത്രി കൂടിയായ ഷാനവാസ് ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഈ സമിതി കഴിഞ്ഞ ഒരാഴ്ചയായി ജിദ്ദയിലെത്തിയിരുന്നു. മക്കയിലെ വിവിധ താമസ കേന്ദ്രങ്ങളിൽ ഈ സമിതി പരിശോധന നടത്തുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഈ സമിതി 7000-ഓളം താമസ സൗകര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ വർഷം ഇത്തരത്തിൽ 16,000-ഓളം താമസ സൗകര്യവും കണ്ടെത്തി. എന്നാൽ ഈ ഹജ്ജ് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന A+ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് താമസിക്കാൻ സൗകര്യപ്രദമല്ലാത്തതിനാൽ ഇവ ഉപയോഗിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇത് ഈ വർഷം ഈ കാറ്റഗറിയിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് ഇന്ന് ഈ അവലോകന യോഗത്തിൽ സമിതി തീരുമാനിക്കുകയുണ്ടായി. ഈ മറ്റ് ലോങ് ടേം, അതായത് മിനിമം ചുരുങ്ങിയത് 5 വർഷമെങ്കിലും കാലാവധിയുള്ളതാണ് ഇത്തരം കെട്ടിടങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഗണനക്ക് ഈ 16,000-ഓളം വരുന്ന താമസ സൗകര്യം പരിഗണിക്കേണ്ടതില്ല എന്ന് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. അതേസമയം 2 കമ്പനികൾ, ഇന്ത്യയിൽ നിന്നും നമുക്കറിയാം 1,36,000 തീർത്ഥാടകർക്കാണ് ഇപ്പോൾ ഹജ്ജിന് അനുമതിയുള്ളത്. ഇതിൽ 1 ലക്ഷം ഹാജിമാരാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കീഴിൽ, സർക്കാരിന് കീഴിൽ ഹജ്ജിനെത്തുന്നത്. ഈ ആളുകൾക്ക് താമസിക്കാൻ, 1 ലക്ഷം പേർക്കും താമസിക്കാൻ ഉള്ള സൗകര്യങ്ങൾ 2 കമ്പനികൾ വാഗ്ദാനം ചെയ്തിരുന്നു. ഈ 20 ടവറുകളുള്ള കെട്ടിടങ്ങളാണ് ഇവർ വാഗ്ദാനം ചെയ്തിരുന്നത്. അതേസമയം ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് 2019 ഹജ്ജിന് മുന്നോടി മാത്രമേ കൈമാറാൻ കഴിയുകയുള്ളൂ എന്നും ഈ കമ്പനികൾ അറിയിച്ചിരുന്നു. ഈ 2 കമ്പനികളുടെ ഇവർ നൽകിയ വാഗ്ദാനവും അതോടൊപ്പം തന്നെ മറ്റ് കമ്പനികൾ ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ടെൻഡർ വിളിക്കാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. ഇത് സംബന്ധിച്ച് ഇത്തരം കരാറുകളെ കുറിച്ചും സൗദി ഗവൺമെന്റിനെ അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളും ഇത്തരം കമ്പനികൾ പരിഗണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു കൺസൾട്ടന്റ് സ്ഥാപനത്തെ നിയമിക്കാനും യോഗത്തിൽ തീരുമാനമായി. അതിന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ BS മുബാറക്കിനെ നിയമിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ ഒരു കൺസൾട്ടന്റ് സ്ഥാപനത്തെ നിയമിച്ചുകൊണ്ട് കരാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ഈ വർഷത്തെ ഹജ്ജ് എന്നതിലപ്പുറം
വിശാലമായ സൗകര്യത്തോടു കൂടി ഇന്ത്യയിൽ നിന്ന് വരുന്ന മുഴുവൻ ഹാജിമാരെയും ഒരേ സ്ഥലത്ത് താമസിപ്പിച്ചുകൊണ്ടുള്ള സൗകര്യമൊരുക്കാനുള്ള കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ തീരുമാനം പ്രാവർത്തികമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അസീസിയ അതുപോലെ തന്നെ ഗ്രീൻ കാറ്റഗറിയിലായിട്ടാണ് ഹാജിമാർ താമസിക്കുന്നത്. ഇത് സർക്കാർ ഏജൻസികൾക്കും സൗദി ഗവൺമെന്റിനും അതുപോലെ തന്നെ ഹാജിമാരുടെ സേവനങ്ങൾക്കുള്ള മുത്തവീഫ് സ്ഥാപനങ്ങൾക്കും നിരവധി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവെല്ലാം പരിഹരിച്ചുകൊണ്ട് ചുരുങ്ങിയ ചെലവിൽ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 വർഷമെങ്കിലുമുള്ള കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഹാജിമാരുടെ താമസ സൗകര്യം എന്ന് പറയുന്നത് വളരെ സൗകര്യപ്രദവും അതുപോലെ തന്നെ ചെലവ് കുറഞ്ഞതുമായി മാറും. ഇത് സർക്കാരിനും അതുപോലെ തന്നെ ഏജൻസികളും റബീ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ തുടരുന്നു. ഭീകരതയ്ക്കെതിരെ ആഗോള പദ്ധതിക്ക് രൂപം നൽകണമെന്ന് കുവൈത്ത്. സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഖാലിദ് അൽ ഖുദർ ആണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കുവൈത്തിൽ നടന്ന IS വിരുദ്ധ സഖ്യയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ISന്റെ വളർച്ച സിറിയയിലും ഇറാഖിലും ഒതുങ്ങുന്നതല്ലെന്നും ഇതിന് തടയിടേണ്ടത് അനിവാര്യമാണെന്നും IS വിരുദ്ധ സഖ്യ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജോസഫ് ഫ്രാൻസിസ് ഡൻഫോർഡ് യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. ഭീകരത ഏതെങ്കിലും ചില രാജ്യങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് ലോകത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമാണ് ഭീകര സംഘങ്ങൾ ഭീഷണിയുയർത്തുന്നത്. ലോകത്തിന്റെ ചില മേഖലകളിലാണ് ഭീകരവാദികൾ പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നതെങ്കിലും അവർക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ രാജ്യങ്ങളും കൈകോർക്കേണ്ടതുണ്ടെന്ന് യോഗത്തിൽ കുവൈത്തിനെ പ്രതിനിധീകരിച്ച ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഖാലിദ് അൽ ഖുദർ പറഞ്ഞു. ഇതിനായി ആഗോള പദ്ധതിക്ക് രൂപം നൽകണമെന്നും കുവൈത്ത് പ്രതിനിധി അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള IS വിരുദ്ധ സഖ്യത്തിന്റെ 8ാമത് യോഗത്തിൽ 29 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുത്തത്. പ്രതിനിധികൾക്ക് പ്രതിരോധ മന്ത്രി ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹ് അൽ സബാഹിന്റെ ആശംസ സൈനിക മേധാവി കൈമാറി. അമേരിക്കൻ സൈന്യത്തിന്റെ വിവിധ മേഖലാ കമാൻഡുമാർ, പ്രസിഡന്റ് ബറാക് ഒബാമയുടെ IS വിരുദ്ധ ദൂതൻ ജോൺ അലൻ, സിറിയയിലേക്കുള്ള അമേരിക്കയുടെ പ്രത്യേക ദൂതൻ ഡാനിയൽ റൂബിൻസൺ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. നേരത്തെ സീഫ് പാലസിൽ അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കിരീടാവകാശി ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ്, പ്രതിരോധ മന്ത്രി ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹ്, അമീരി ദിവാൻ സഹമന്ത്രി അലി അൽ ജറാഹ് അൽ സബാഹ് എന്നിവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. നിയമലംഘനം നടത്തിയ 923 കമ്പനികൾക്ക് കഴിഞ്ഞ വർഷം ഖത്തറിൽ വിലക്ക് ഏർപ്പെടുത്തിയതായി ഭരണനിർവഹണ തൊഴിൽ സാമൂഹ്യകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2015 ആദ്യ പകുതിയിൽ വിവിധ കാരണങ്ങളാൽ 807 കമ്പനികൾ മന്ത്രാലയത്തിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത മൊത്തം കമ്പനികളുടെ 5% വരും ഇത്. കഴിഞ്ഞ വർഷം 2ാം പകുതിയിൽ 116 കമ്പനികൾ മാത്രമാണ് നിരോധിക്കപ്പെട്ടത്. കമ്പനി പൂട്ടുന്നത് വഴി തൊഴിലാളികൾക്ക് പ്രയാസമുണ്ടാകുന്നത് ഒഴിവാക്കാൻ തൊഴിലാളികളുടെയും കമ്പനികളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമായാണ് മന്ത്രാലയം പരിഗണിക്കുന്നത്. അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിൽ സൈന്യത്തെ വിന്യസിച്ചതായി വാർത്ത കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചു. ഭീകരാക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ദേശീയ ദിനാഘോഷങ്ങളുടെ പ്രധാന വേദിയായ ഗൾഫ് സ്ട്രീറ്റിൽ സായുധ സൈനികരെ നിയോഗിച്ചതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച വാർത്തയാണ് പ്രതിരോധ മന്ത്രാലയം തള്ളിയത്. വാർത്തകളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തിയ ശേഷമേ പ്രചരിപ്പിക്കാവൂ എന്നും സോഷ്യൽ സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നവർ ജാഗ്രത കാണിക്കണമെന്നും പ്രതിരോധ മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചു. ഇന്ത്യൻ എംബസിയുടെ പേരിലും വ്യാജ ജാഗ്രതാ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ദേശീയ വിമോചന ദിനാഘോഷങ്ങൾക്കൊരുങ്ങി കുവൈത്ത്. പരമ്പരാഗത മൂല്യങ്ങൾക്ക് നിരക്കാത്ത ആഘോഷ പരിപാടികൾ അനുവദിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വരും ദിവസങ്ങളിൽ കുവൈത്തിന്റെ എല്ലാ മേഖലകളിലും പരിശോധന ശക്തമാക്കും. ഖൈത്താനിൽ ഇന്ന് കാലത്ത് നടന്ന സുരക്ഷാ പരിശോധനയിൽ 3500-ലേറെ പേർ പിടിയിലായി. സ്വാതന്ത്ര്യത്തിന്റെ 55ാം വാർഷികവും 25ാം വിമോചന ദിനവും മാത്രമല്ല, അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ സബാഹിന്റെ സ്ഥാനാരോഹണത്തിന്റെ 10ാം വാർഷികം കൂടിയാണ് ഇത്തവണ കുവൈത്ത് ജനത ആഘോഷിക്കാനൊരുങ്ങുന്നത്. ദേശീയാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻ വകുപ്പ് മേധാവി ബ്രിഗേഡിയർ ആദിൽ അൽ ഹഷാഷ് അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കുവൈത്തിന്റെ എല്ലാ മേഖലകളിലും പരിശോധന ശക്തമാക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എല്ലാ വകുപ്പുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി അറിയിച്ച അദ്ദേഹം ആഘോഷങ്ങളുടെ മറവിൽ നിയമലംഘനങ്ങൾ നടത്താൻ ആരെയും അനുവദിക്കില്ലെന്ന് കൂട്ടിച്ചേർത്തു. ആഘോഷങ്ങളുടെ മറവിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബാഹും ആഭ്യന്തര സെക്രട്ടറി സുലൈമാൻ അൽ ഫഹദ് അൽ ഫഹദും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമ്പരാഗത മൂല്യങ്ങൾക്ക് വിരുദ്ധമായ പരിപാടികൾ അനുവദിക്കില്ല. ജലസ്പ്രേകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. ദേശീയ വിമോചന ദിനാഘോഷങ്ങൾ വിജയകരമാക്കാൻ സ്വദേശികളും വിദേശികളും സഹകരിക്കണമെന്ന് ആദിൽ അൽ ഹഷാഷ് അഭ്യർത്ഥിച്ചു. അതിനിടെ ഇന്ന് കാലത്ത് ഖൈത്താനിൽ സുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ താമസരേഖകളില്ലാത്തവരുൾപ്പെടെ 3548 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇതിൽ പകുതിയിലേറെ പേരെ പിന്നീട് രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്ന് വിട്ടയച്ചതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.
ദുബൈയിലെ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തുന്നവരുടെ മുഴുവൻ രേഖകളും ഇലക്ട്രോണിക് സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന സലാമ പദ്ധതിക്ക് തുടക്കമായി. എമിറേറ്റിലെ മുഴുവൻ ആശുപത്രിയിലും ഒറ്റ ക്ലിക്കിൽ രോഗിയുടെ വിവരങ്ങൾ ലഭ്യമാകുമെന്നതാണ് പദ്ധതിയുടെ പ്രത്യേകത. ദുബൈയിലെ 2700-ലധികം സർക്കാർ സ്വകാര്യ ആശുപത്രികൾ സലാമ പദ്ധതിക്ക് കീഴിൽ വരും. ഓരോ ദുബൈ നിവാസിയുടെയും പേരിൽ ഇലക്ട്രോണിക് ഫയൽ തുറന്ന് അത് കേന്ദ്രീകൃത സംവിധാനവുമായി ബന്ധപ്പെടുത്തും. ഡോക്ടറോ ആശുപത്രിയോ മാറുമ്പോൾ രോഗികൾ ചികിത്സയുടെ ഫയൽ കൂടെ കൊണ്ടുപോകേണ്ടതില്ല. ഡോക്ടർ ഫയൽ നമ്പർ കമ്പ്യൂട്ടറിലടിച്ചാൽ അതുവരെയുള്ള ചികിത്സ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും സ്ക്രീനിൽ തെളിയും. 2018 ആദ്യപാദത്തോടെ സംവിധാനം പൂർണ്ണമായും നിലവിൽ വരും. ക്രമേണ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ദേശീയ ഏകീകൃത മെഡിക്കൽ റെക്കോർഡ് സംവിധാനവുമായി ഇതിനെ ബന്ധിപ്പിക്കും. അതോടെ മറ്റു എമിറേറ്റുകളിലും ഈ സേവനം ലഭ്യമാകും. ദുബൈ ഹെൽത്ത് അതോറിറ്റി നടപ്പാക്കുന്ന പദ്ധതി കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉദ്ഘാടനം ചെയ്തു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനും പകർച്ചവ്യാധികൾ പടരുന്നത് പൊടുന്നനെ കണ്ടെത്താനും സലാമ പദ്ധതി ഉപകാരപ്പെടും. ചികിത്സാ രംഗത്തിന്റെ മുഖച്ഛായ മാറ്റാൻ തന്നെ പദ്ധതിക്ക് കഴിയുമെന്ന് ദുബൈ ഹെൽത്ത് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഹുമൈദ് അൽ ഖാത്തമി പറഞ്ഞു. മീഡിയ 1 ദുബായ്. സൗദി കമ്പനികൾ നിർമ്മിച്ച പ്രതിരോധ സാമഗ്രികളുടെ പ്രദർശനത്തിന് റിയാദിൽ തുടക്കമായി. രാജ്യസുരക്ഷയ്ക്കും പ്രതിരോധത്തിനും ആവശ്യമായ മുഴുവൻ ഉൽപാദന രംഗങ്ങളിലും സ്വദേശി മനുഷ്യ വിഭവശേഷി ഉപയോഗപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശനം നടക്കുന്നത്. മേള ശനിയാഴ്ച സമാപിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രദർശനം. തദ്ദേശീയ കമ്പനികൾ സ്വന്തമായി നിർമ്മിച്ചതും അന്താരാഷ്ട്ര നിർമ്മാതാക്കളുടെ പാർട്സുകൾ കൂട്ടിയോജിപ്പിച്ച് നിർമ്മിച്ചതുമായ ഉപകരണങ്ങളുടെ പ്രദർശനമാണ് റിയാദ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്നത്. പ്രതിരോധ വകുപ്പ് സഹമന്ത്രി ജനറൽ മുഹമ്മദ് അൽ ആയിഷ് മേള ഉദ്ഘാടനം ചെയ്തു. സൈനിക ഉപകരണങ്ങളുടെ പാർട്സുകളും തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുന്ന കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യമെന്ന് മേളയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അത്തിയ അൽ മാലിക് പറഞ്ഞു. This exhibition to give opportunities for our local factories. This is not all our spare parts. We have a criteria. We use our criteria. Then we are presenting here around 48,000 line items. And this is not only for MOD. This is for MOD, Ministry of Defense, and also for Sabiq Aramco. പ്രതിരോധ മേഖലയിലെ വൻകിട കമ്പനികളായ ബോയിങ്, BAE സിസ്റ്റംസ്, ജനറൽ ഡൈനാമിക്സ് തുടങ്ങിയ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിനുണ്ട്. അത്യാധുനിക യുദ്ധവിമാനങ്ങളായ ടോർപിഡോ, ടൊർണാഡോ, ഹോക്ക്, F-16, അപ്പാച്ചെ ഹെലികോപ്റ്റർ തുടങ്ങിയവയുടെ മാതൃകകളാണ് അന്താരാഷ്ട്ര കമ്പനികളുടെ സ്റ്റാളുകളിലെ പ്രത്യേകത. തദ്ദേശീയമായി TMC കമ്പനി കൂട്ടിയോജിപ്പിച്ച കിങ് സൽമാൻ അൽ ഹസം എന്ന പേരുള്ള അത്യാധുനിക വാഹനവും പ്രദർശനത്തിലുണ്ട്. വിവിധ സൗദി കമ്പനികൾ വിദേശ രാജ്യങ്ങളിലെ കമ്പനികളുമായി 5 കരാറുകളും മേളയുടെ ഭാഗമായി ഒപ്പുവെച്ചിട്ടുണ്ട്. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ലോകമെമ്പാടുമുള്ള ഭക്ഷ്യോൽപ്പന്ന സ്ഥാപനങ്ങൾ അണിനിരക്കുന്ന ഗൾഫ് ഫുഡ് പ്രദർശനത്തിന് ദുബൈയിൽ തുടക്കമായി. ആയിരങ്ങളാണ് മേളയിലേക്ക് ഒഴുകിയെത്തുന്നത്. 120 രാജ്യങ്ങൾ, 5000 പ്രദർശകർ, എണ്ണിയാലൊടുങ്ങാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ. അരി മുതൽ ചോക്ലേറ്റ് വരെ നീളുന്ന ഭക്ഷ്യോൽപ്പന്ന രംഗത്തെ കമ്പനികളുടെ ലോകം തുറന്നുവെക്കുകയാണ് ദുബൈയിലെ ഗൾഫ് ഫുഡ് പ്രദർശനം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബിസിനസ് രംഗത്തുള്ളവരെ മുതൽ ഭക്ഷണപ്രേമികളെ വരെ ദുബൈയിലേക്ക് ആകർഷിക്കുകയാണ് ഈ മേള. ഭക്ഷണത്തിന്റെ ആഗോള വിപണിയെ പരിചയപ്പെടുന്നതിനൊപ്പം ഭക്ഷണം സൗജന്യമായി രുചിച്ചു നോക്കാനും ഇവിടെ അവസരമുണ്ട്. പല കമ്പനികളും ആഗോള വിപണിയിലേക്കുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതും ഈ മേളയിൽ നിന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ മാർക്കറ്റുകളായ ആഫ്രിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബേസിക്കലി ഇവിടം കൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സ്ഥിതിയാണ് ഇതുവരെയുള്ള ഈ 2 ദിവസത്തെ ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ജർമ്മനിയിലെ അനൂഗ ഫുഡ് ഫെയർ പോലെ തന്നെ അതിൻ്റെ ഒപ്പം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ മാത്രമല്ല വ്യവസായ പാചക ഉപകരണങ്ങളുടെയും ഫുഡ് ബാക്ക് അടക്കമുള്ള അനുബന്ധ വ്യവസായത്തിന്റെയും കൂടി മേളയാണിത്. USA നിന്നും യൂറോപ്പിൽ നിന്നും വരെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. UK ബേസ്ഡ് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും UAE നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ബെനിഫിഷ്യൽ എന്നാണ് അവർ പറയുന്നത്. ഫുഡ് കാർവിംഗ് വിദഗ്ധർ മുതൽ ഭക്ഷ്യവസ്തുക്കളിൽ കരവിരുത് തീർക്കുന്നവർ വരെ 5 ദിവസം നീളുന്ന ഗൾഫ് ഫുഡ് മേളയെ സമ്പന്നമാക്കുന്നു. റഷ്യ, ന്യൂസിലാൻഡ്, ബലാറസ്, കോസ്റ്ററിക്ക, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങൾ ആദ്യമായി ഗൾഫ് ഫുഡിൽ പങ്കെടുക്കുന്നുണ്ട്. ഹലാൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമായ ഹലാൽ വേൾഡ് ഫുഡിനും ഇതോടൊപ്പം ദുബൈ വേൾഡ് ട്രേഡ് സെന്റർ വേദിയാണ്. ലോകത്തെ രുചി പ്രപഞ്ചം മുഴുവൻ സമ്മേളിക്കുകയാണ് ദുബൈയിലെ ഗൾഫ് ഫുഡിൽ. ക്യാമറ പേഴ്സൺ ഫഹീം വളാഞ്ചേരിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1. ആഗോളതലത്തിൽ ഭക്ഷ്യോൽപാദന രംഗത്തെ ഇന്ത്യയുടെ മേൽക്കൈ കൂടി വ്യക്തമാക്കുന്നതാണ് ദുബൈയിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് പ്രദർശനം. മേളയിൽ ഏറ്റവും കൂടുതൽ പ്രദർശകരുള്ളത് ഇന്ത്യൻ പവലിയനിലാണ്. ഏറ്റവും കൂടുതൽ സന്ദർശകരും ഇവിടെ തന്നെ.
ഇന്ത്യയിൽ നിന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലെ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ്സ് പ്രൊഡക്ട്സ് എക്സ്പോർട്സ് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ എപ്പഡയ്ക്ക് കീഴിൽ മാത്രം 64 കമ്പനികൾ ദുബൈയിലെത്തിയിട്ടുണ്ട്. 100-ലേറെ സ്വകാര്യ സംരംഭകർ വേറെയുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും മേളയിൽ സാന്നിധ്യം അറിയിക്കുന്നു. വിവിധയിനം അരികളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇറച്ചിയും കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഇന്ത്യയുടെ സ്റ്റാളും വളരെ സ്ട്രോങ് ആണ് ഇപ്രാവശ്യം. ലോകത്തിൽ മാറ്റം സംഭവിക്കുന്നതോടുകൂടി ഇന്ത്യയിലും മാറ്റം ആവശ്യമാണ്. അതനുസരിച്ചും ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ഫുള്ളായിട്ട് മാറിയിട്ടില്ലെങ്കിലും ഇപ്പോൾ യൂറോപ്പിനോളമോ അമേരിക്കയിലെപ്പോഴുമോ ഒപ്പമോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളൊപ്പം ഓസ്ട്രേലിയയെ പോലെയൊക്കെ നമ്മൾ ടെക്നോളജിയിലായി ആയിട്ടില്ലെങ്കിൽ തന്നെ ക്വാളിറ്റിയിലായി ആയില്ലെങ്കിൽ തന്നെ ഇന്ത്യയും അതിനുള്ളൊരു ആരംഭ പ്രവർത്തനത്തിലാണ്. ബസ്മതി അരി, പോത്തിറച്ചി, ഗോതമ്പ്, ആട്ടിറച്ചി, പഴം, പച്ചക്കറികൾ, ഉള്ളി തുടങ്ങിയവയാണ് ഗൾഫിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. പഞ്ചാബിൽ നിന്നുള്ള ബസ്മതി അരിയും പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കുത്തരിയും തേടി നിരവധി ആഗോള സംരംഭകരാണ് ഗൾഫ് ഫുഡ് മേളയിലെത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള കോഫി ബോർഡ്, ഈസ്റ്റേൺ, നിർമ്മൽ തുടങ്ങിയ സ്ഥാപനങ്ങളും ഗൾഫ് ഫുഡ് പ്രദർശനത്തിലുണ്ട്. ഗൾഫിലുള്ള മലയാളികളുടെ സ്ഥാപനങ്ങൾ കൂടാതെയാണിത്. മീഡിയ 1 ദുബായ്. 15ാമത് യാംബു പുഷ്പമേള മാർച്ച് 3-ന് ആരംഭിക്കും. യാംബു റോയൽ കമ്മീഷൻ ആതിഥേയത്വം വഹിക്കുന്ന 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന മേളയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. യാംബു റോയൽ കമ്മീഷനിൽ ജിദ്ദ ഹൈവേയോട് ചേർന്നുള്ള അൽ മുനാസബത്ത് പാർക്കിലാണ് ഇത്തവണയും മേള നടക്കുന്നത്. മാർച്ച് 3 മുതൽ 19 വരെയാണ് ഇത്തവണത്തെ മേള. മേളയുടെ ഭാഗമായി വ്യവസായ നഗരത്തിന്റെ വഴിയോരങ്ങളും വിദ്യാലയങ്ങളും ഓഫീസുകളും പൂക്കളാൽ അലങ്കൃതമായി തുടങ്ങി. അതിവിശാലമായ പുഷ്പപരവതാനിയായിരിക്കും ഇത്തവണയും പ്രധാന ആകർഷണം. ഉദ്യാന നിർമ്മാണത്തിൽ വിദഗ്ധരായ വിവിധ സ്ഥാപനങ്ങളുടെ കൗണ്ടറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കുന്നത്. പുഷ്പങ്ങളുടെ നിറമേളനവുമായി എത്തുന്ന മേളയിൽ കരകൗശല വസ്തുക്കളുടെയും ഗൃഹോപകരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി വ്യത്യസ്ത മത്സരങ്ങളും കലാസാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി നടക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും GCCയിലെ ഇതര രാജ്യങ്ങളിൽ നിന്നുമായി 10 ലക്ഷത്തിലധികം സന്ദർശകർ കഴിഞ്ഞ വർഷം നടന്ന യാംബു പുഷ്പമേളയിൽ എത്തിയിരുന്നു. സിയാഹുൽ ഹക്ക്, മീഡിയ 1 യാംബു. എറൈസ് എന്ന പേരിൽ UAEയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള ആരോഗ്യ ജീവിത സുരക്ഷാ പദ്ധതിയുമായി ആസ്റ്റർ DM ഹെൽത്ത് കെയർ രംഗത്ത്. റാക്ക് ഇൻഷുറൻസ്, റിലയൻസ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം UAEയിലെ ഇന്ത്യൻ അംബാസിഡർ TP സീതാറാം ദുബായിൽ നിർവഹിച്ചു. പ്രവാസികൾക്കും അവരുടെ നാട്ടിലുള്ള കുടുംബത്തിനും ഉപകരിക്കുന്ന രീതിയിലാണ് എറൈസ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 4 പാക്കേജുകളിലായാണ് ഇൻഷുറൻസ് ലഭ്യമാകുക. ഭാര്യ, 2 കുട്ടികൾ, പ്രായമുള്ള രക്ഷിതാക്കൾ എന്നിവർക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. മികച്ച ഗുണനിലവാരമുള്ള ആരോഗ്യ പരിരക്ഷയും ഇന്ത്യയിലെ നിരവധി ആശുപത്രികൾ മുഖേന ലഭ്യമാകും. ഇന്ത്യൻ അംബാസിഡർക്ക് പുറമെ ആസ്റ്റർ DM ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ, റാങ്ക് ഇൻഷുറൻസ് CEO ആൻഡ്രൂ സ്മിത്ത്, റിലയൻസ് ക്യാപിറ്റൽ ഗ്രൂപ്പ് CEO സാം ഘോഷ്, ആസ്റ്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEOയുമായ അലിഷ മൂപ്പർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. അപ്രതീക്ഷിത അസുഖങ്ങൾ, അപകടങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന അധിക ചെലവുകൾ നേരിടാൻ പ്രവാസികൾക്ക് പദ്ധതി ഉപകരിക്കുമെന്ന് അംബാസഡർ TP സീതാറാം അറിയിച്ചു. കുറഞ്ഞ പ്രീമിയത്തിൽ സാധാരണക്കാർക്ക് കൂടി ഉപകരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിക്ക് ഭാവിയിൽ രൂപം നൽകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1 ദുബായ്. ജപ്പാൻ കരാട്ടെ അസോസിയേഷന് കീഴിലുള്ള ബഹ്റൈനിലെ പഠന കേന്ദ്രത്തിൽ നിരവധി വിദ്യാർത്ഥികളാണ് കരാട്ടയുടെ പാഠങ്ങൾ പഠിക്കാനെത്തുന്നത്. വിദഗ്ധ പരിശീലകരുടെ കീഴിൽ നിരവധി പ്രവാസി വിദ്യാർത്ഥികളും ഇവിടെ കരാട്ടെ അഭ്യസിക്കുന്നു. ജപ്പാൻ കരാട്ടെ അസോസിയേഷനു കീഴിൽ ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ ഒരു ആയോധന വിദ്യാ പഠന കേന്ദ്രമാണിത്. ജപ്പാനീസ് ഷോട്ടോക്കൻ കരാട്ടയുടെ രാജ്യത്തെ ഔദ്യോഗിക പഠന കേന്ദ്രം. ഇവിടെ ധാരാളം വിദ്യാർത്ഥികളാണ് ആയോധന വിദ്യ പരിശീലിക്കാൻ എത്തുന്നത്. പ്രവാസികളായ രക്ഷിതാക്കളും തങ്ങളുടെ മക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉയർന്ന പരിഗണനയും പ്രാധാന്യവും നൽകി ഇവിടെ വിദ്യാർത്ഥികളെ പഠിക്കാൻ അയക്കുന്നു. മലയാളികളടക്കം ഇന്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ ഷോട്ടോക്കൻ കരാട്ടയുടെ പാഠങ്ങൾ അഭ്യസിക്കുന്നുണ്ട്. ഞാനിവിടെ JKയിൽ 3 വർഷമായിരുന്നു പഠിക്കണു. എനിക്ക് കുട്ടിക്കാലം മുതൽ കരാട്ടെ പഠിക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു. മെന്റലിയും ഫിസിക്കലിയും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും.
ഇവിടെ വന്നപ്പോൾ പിന്നെ എനിക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ജപ്പാനീസ് കരാട്ടെ അസോസിയേഷനിൽ നിന്ന് നേരിട്ട് പരിശീലനം സിദ്ധിച്ചവരാണ് ഇവിടെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത്. നല്ല ആരോഗ്യവും ആരോഗ്യത്തെക്കുറിച്ച് മികച്ച അവബോധവുമുള്ള ഒരു തലമുറയുടെ സൃഷ്ടിപ്പിനായി ചെറുപ്രായത്തിൽ തന്നെ മികച്ച ശിക്ഷണം നൽകുകയാണ് ഈ ഷോട്ടോക്കൻ കരാട്ടെ പാഠശാല. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈനെ നശിപ്പിക്കാനുള്ള ഇറാന്റെ പദ്ധതികൾ പരാജയപ്പെടുന്നതായി ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ. വെല്ലുവിളികളെ നേരിടാൻ രാജ്യം സജ്ജമാണെന്നും ഒറ്റക്കെട്ടായി പ്രശ്നങ്ങളെ നേരിടുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇറാന്റെ പിന്തുണയോടെ അക്രമം നടത്താൻ രാജ്യത്ത് നടന്ന പല ശ്രമങ്ങളും പോലീസ് സേന തകർത്തതായി അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നതിന് ശക്തമായ തെളിവുകളുള്ളതായും ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയ്ക്ക് സമാധാന ജ്വാല പുരസ്കാരം. ഓസ്ട്രിയൻ സന്നദ്ധ സംഘടനയായ ദ അസോസിയേഷൻ ഫോർ ദ ഫർദറൻസ് ഓഫ് പീസ് ആണ് പ്രധാനമന്ത്രിയെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ജനങ്ങൾക്കിടയിലെ ബന്ധം ഊഷ്മളമാക്കാനും സമാധാനത്തിനും വേണ്ടി നടത്തിയ ശ്രമങ്ങൾ പരിഗണിച്ചാണ് പ്രധാനമന്ത്രിക്ക് അവാർഡ് നൽകുന്നത്. മേഖലയിൽ ഈ പുരസ്കാരം നേടുന്ന ആദ്യ വ്യക്തിയാണ് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ. 1000 മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിർമ്മാണ സംരംഭം തുടങ്ങാൻ ഖത്തർ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കമ്പനി QEWC പദ്ധതിയിടുന്നു. രാജ്യത്തെ മുഖ്യ ഊർജ്ജ സ്രോതസ്സുകളായ ഹൈഡ്രോ കാർബൺ വാതകോർജ്ജങ്ങളിൽ നിന്ന് വിഭിന്നമായി വൈവിധ്യ മാർഗങ്ങൾ അവലംബിക്കുന്നതിന്റെ ഭാഗമായാണ് QEWC സൗരോർജ്ജ പദ്ധതിക്ക് രൂപം നൽകുന്നത്. ഖത്തർ പെട്രോളിയവുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന QEWC പുതിയ സംരംഭത്തിന്റെ 60% ഓഹരികൾ കൈവശം വയ്ക്കുകയും 40% വിദേശ കമ്പനികളിൽ നിന്ന് ഓഹരികളായി സ്വീകരിക്കുകയും ചെയ്യും. KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിൽ ദലിത് ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു. സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPM മജീദ് ഉദ്ഘാടനം ചെയ്തു. മുന്നണി രാഷ്ട്രീയത്തിന്റെ മാന്യതകൾ കാത്തുസൂക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPM മജീദ് പറഞ്ഞു. ലീഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലീഗ് ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയെ അധികാരമേൽപ്പിക്കുക എന്നതാണ്. അല്ലാതെ സീറ്റിന്റെ എണ്ണമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കി ഒരു വിലപേശൽ നടത്തി പരസ്യമായിട്ടുള്ള ഒരു വിലപേശലും പരസ്യമായ വിവാദത്തിലേക്ക് പോകുന്ന രീതി മുസ്ലിം ലീഗ് പാർട്ടിക്കില്ല. ലീഗ് നടത്തിയ കേരള യാത്ര ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടെന്നും ജാഥയുടെ വിജയം മുന്നണി രാഷ്ട്രീയത്തിലേറെ ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ദളിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം മുസ്ലിം ലീഗിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് രോഹിത് വെമുലയുടെ കുടുംബം കേരള യാത്രയുടെ സമാപനത്തിൽ പങ്കെടുത്തതെന്ന് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായി വളരാൻ ഞങ്ങളുടെ സമുദായത്തെ ഒരുപാട് സംരക്ഷിക്കപ്പെടുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. അതുകൊണ്ടാണ് പട്ടികജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വിദ്യാഭ്യാസപരമായി സാംസ്കാരികപരമായി വളരാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയാണ്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് മടാൻ ദളിത് ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിച്ചു. പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന KMCC നാഷണൽ കമ്മിറ്റി സെക്രട്ടറി രായൻകുട്ടി നിറാട്, മലപ്പുറം ജില്ലാ KMCC വനിതാ വിഭാഗം പ്രസിഡന്റ് പ്രൊഫസർ B ഫാത്തിമ തുടങ്ങിയവർക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. KP മുഹമ്മദ് കുട്ടി, PT മുഹമ്മദ്, അഹമ്മദ് പാളയാട്ട്, അബൂബക്കർ അരിമ്പ്ര, പഴയേരി കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. VP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. മജീദ് കോട്ടീരി സ്വാഗതവും നാസർ മച്ചിങ്ങൽ നന്ദിയും പറഞ്ഞു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. ദോഹയിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന 4 വ്യക്തികളെ ഇൻകാസ് ആദരിച്ചു. ജീവകാരുണ്യ രംഗത്തെ വൻമരമായിരുന്ന ഹാജിക്കയുടെ പിൻതലമുറക്കാരോ സഹപ്രവർത്തകരോ ആയ 4 പേരെയാണ് ഇൻകാസ് ആദരിച്ചത്. ഖത്തറിൽ മരിച്ച വ്യക്തികളുടെ ഭൗതിക ശരീരം ദേശഭാഷ മത വ്യത്യാസമില്ലാതെ നാട്ടിലെത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന അബ്ദുൾ സലാം, KM അലി, മോളി പോളി, നെറി അൽഫോൺസോ എന്നിവരാണ് ഇൻകാസിന്റെ ആദരം ഏറ്റുവാങ്ങിയത്. MES ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കലാ സാംസ്കാരിക പരിപാടിയിലായിരുന്നു ആദരം സംഘടിപ്പിച്ചത്. ഇതോടെ മിഡി സ്റ്റാർ ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.